നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. വിവരാവകാശ നിയമപ്രകാരം DCC പ്രസിഡന്റ് സമർപ്പിച്ച ഒരു അപേക്ഷയിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭ്യമായിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ 6 ലക്ഷം പേർക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. 6 ലക്ഷം പേരെ പുറത്താക്കിയതായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. മുൻപ് 50 ലക്ഷത്തിന് മുകളിൽ ഏകദേശം 55 ലക്ഷത്തോളം ആളുകൾക്കാണ് 1600 രൂപ വീതം എല്ലാ മാസങ്ങളിലും ലഭ്യമായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സർക്കാർ പറഞ്ഞിരുന്ന കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതിരുന്ന അല്ലെങ്കിൽ ഇതറിയാതെ പോയ സാധാരണക്കാരാണ് പട്ടികയ്ക്ക് വെളിയിലേക്ക് മാറിയിട്ടുള്ളത്. അവർക്ക് ഈ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിരുന്നിട്ടും ഒരുപക്ഷെ അവർ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അവരെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. ഇനി മുതൽ പെൻഷൻ അവർക്ക് ലഭിക്കുന്നതല്ല. 6400 രൂപ ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇത്തരം ആളുകൾക്ക് ലഭിക്കുന്നതല്ല. ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ എല്ലാം ബാധിക്കുന്ന കുറച്ച് അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ളൊരു മറുപടി കൂടിയായിട്ട് ഈ വീഡിയോ മാറും. അതുകൊണ്ട് വീഡിയോ മുഴുവനും കാണുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. 4 മാസത്തെ 6400 കുടിശ്ശികയുള്ളപ്പോൾ ഹൈക്കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ കൂടി ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. എല്ലാ മാസങ്ങളിലും ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന ആനുകൂല്യമാണ് മുടങ്ങിയിട്ടുള്ളത്. 1600 രൂപ വീതം ഒരു മാസം എല്ലാവർക്കും നൽകണമെങ്കിൽ ഏകദേശം 45 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നൽകണമെങ്കിൽ 770 കോടിക്ക് മുകളിൽ സർക്കാരിന് ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വലിയൊരു തുക തന്നെ ഇതിനു വേണ്ടി ചിലവാകും. പക്ഷേ ഈ തുക ഇപ്പോൾ സർക്കാരിന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വായ്പയുൾപ്പെടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് നിഷേധിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതുകൊണ്ടാണ് പെൻഷൻ ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത്. അതുമാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ഭീമമായ ശമ്പളം, മറ്റ് അലവൻസുകൾ, അതുകൂടാതെ തന്നെയാണ് വിരമിച്ച ജീവനക്കാർക്കുള്ള പെൻഷൻ. ഇതെല്ലാം തന്നെ അവരുടെ അവകാശവുമാണ്. അവർക്കും അത് നൽകേണ്ടതുണ്ട്. അതിലൊക്കെ വീഴ്ച വരുത്തി കഴിഞ്ഞ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ താളം തെറ്റിയേക്കും. ഇതെല്ലാം തന്നെ സർക്കാരിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, വയോജനങ്ങളുടെ ക്ഷേമ പെൻഷൻ 4 മാസമായിട്ട് മുടങ്ങിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ തുക ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ ബോധിപ്പിച്ചിട്ടുള്ളത്. പെൻഷൻ തുക അത് കേന്ദ്ര സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന പക്ഷം പിന്നീട് വിതരണം ചെയ്യുന്നതാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടിശ്ശിക പെൻഷൻ ഉള്ളത് ഓരോ മാസങ്ങളിലേക്ക് മാത്രമേ തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലും ലഭിക്കാൻ സാധ്യതയുള്ളൂ. പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും സർക്കാരിൻ്റെ പരിഗണനയിൽ ഇല്ല. ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ 6 ലക്ഷം പേർ പുറത്തായി എന്ന് പറഞ്ഞിരുന്നു. മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലവും മറ്റ് രേഖകൾ സമർപ്പിക്കാത്തത് മൂലമാണ് ആളുകൾ പുറത്തായിട്ടുള്ളത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്തവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് പുറത്തായി പോയവർക്ക്, പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് അതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുകയോ വയ്യാടുകയാണ് എങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തുകയോ ചെയ്യും. നിശ്ചിത തുക ഇതിന് ഫീസായിട്ട് നൽകേണ്ടതുണ്ട്. ഇങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ പിന്നീട് സർക്കാർ അനുവദിക്കുന്ന ഓരോ മാസങ്ങളിലെ ആനുകൂല്യം എത്തിച്ചേരും. എന്നാൽ കഴിഞ്ഞ ഗഡുക്കളൊക്കെ, അതായത് ജൂലൈയിലെ ഓഗസ്റ്റിലൊക്കെ അനുവദിച്ചു കഴിഞ്ഞിരുന്നു. അതിനി അവർക്ക് ലഭിക്കുന്നതുമല്ല. ഇനി സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരിൽ 60 വയസ്സിന് താഴെയുള്ളവർ എല്ലാ വർഷവും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ജനുവരി മാസം 31 വരെയൊക്കെ ഇതിനുവേണ്ടി സമയം അനുവദിച്ചിട്ടുമുണ്ട്. നമുക്ക് എത്രയും വേഗം ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വില്ലേജ് അധികാരിക്ക് ഇത്തരത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയൊക്കെ അപേക്ഷ വെക്കണം. എങ്കിൽ 2024 ഡിസംബർ വരെ നമുക്ക് ആനുകൂല്യം, പെൻഷൻ ആനുകൂല്യം അത് സർക്കാർ അനുവദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. മുൻപ് 55 ലക്ഷമായിരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ജനുവരി 20-ന് മുൻപ് പൂർത്തിയാക്കി ആനുകൂല്യത്തിലേക്ക് വീണ്ടും യോഗ്യത നേടുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. ആനുകൂല്യം ഓഗസ്റ്റ് മാസം വരെ ലഭിച്ചവർ ഇനി ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. മുടങ്ങാതെ അവർക്ക് വീണ്ടും ലഭിച്ചുകൊള്ളും. എങ്കിലും സ്ത്രീ ഗുണഭോക്താക്കൾക്ക് നമ്മൾ മുൻപ് പറഞ്ഞ നിയമങ്ങൾ ബാധകമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.